ഹായ്. ഞാനിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ചില ഗോത്രവർഗ കലാപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കലാപങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു പോകുന്നില്ല. അത് നടന്ന വർഷവും അത് എവിടെയാണ് നടന്നത് എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ ആദ്യം പറയാം മുണ്ട കലാപം. അത് 1899 1900 1899 1900 ഛോട്ടാ നാഗ്പൂർ പ്രദേശത്താണ്, പ്രത്യേകിച്ചും ബീഹാറിൽ. ഛോട്ടാ നാഗ്പൂർ പ്രദേശത്തെ ബീഹാറിലാണ് മുണ്ട കലാപം നടന്നത്. അടുത്ത കോലി കലാപം. അത് 3 പ്രാവശ്യം ആ കലാപം ഉണ്ടായെന്ന് പറയാം. ആദ്യത്തേത് 1824 തുടങ്ങി 28 വരെ ഉണ്ടായിരുന്നു. 1824 മുതൽ 1828 വരെ. രണ്ടാമത്തേത് 1839. മൂന്നാമത്തേത് 1899. 3 പ്രാവശ്യമാണ് ആ കോലി കലാപം നടന്നതെന്ന് പറയാം. 1824 മുതൽ 28 വരെ, അത് കഴിഞ്ഞിട്ട് 1839, അത് കഴിഞ്ഞിട്ട് 1899. ഇത് ഗുജറാത്തിലെ അഹമ്മദ് നഗറിലാണ് ഈ കലാപം നടന്നത്. ഗുജറാത്തിലെ അഹമ്മദ് നഗറിൽ. ഇനി അടുത്തത് ഖാസി കലാപം. ഖാസി ഖാരോ കുന്നുകളൊക്കെ മേഘാലയയിൽ ആണല്ലേ. മേഘാലയ, അസം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ ഖാസി കലാപം നടന്നത്. അതും ഇതുപോലെ 3 ഭാഗമായിട്ട് നടന്നു, 3ആയി നടന്നു എന്ന് പറയാം. ഒന്ന് 1846 മുതൽ 48 വരെ. 1846 മുതൽ 48 വരെ. രണ്ടാമത് 1885. മൂന്നാമത് 1914. അതായിരുന്നു ഖാസി കലാപം. അടുത്തത് കുക്കി കലാപം. അത് 1917 മുതൽ 1919 വരെയാണ് കുക്കി കലാപം. അത് മണിപ്പൂരിലാണ്. കുക്കി കലാപം നടന്നത് മണിപ്പൂരിൽ 1917 മുതൽ 19 വരെ. നമുക്കറിയാം കുറിച്യ കലാപം, കേരളത്തിലെ വയനാട് അല്ലേ. വയനാടാണ് കുറിച്യ കലാപം. 1812 കുറിച്യ കലാപം. പിന്നെ സാന്താൾ കലാപം. സാന്താള് രാജ്മഹൽ കുന്നുകളിലാണ് സാന്താള്, അവിടെയാണ് ആ കലാപം നടക്കുന്നത്. 1855 മുതൽ 1856 വരെ, 1855-56 അപ്പോഴായിരുന്നു സാന്താൾ കലാപം രാജ്മഹൽ കുന്നുകളിൽ. അടുത്തത് താമർ കലാപം. താമർ കലാപം ജാർഖണ്ഡിലാണ്, പ്രത്യേകിച്ചും അതും എവിടെ തന്നെയാണ്, ഛോട്ടാ നാഗ്പൂർ പ്രദേശത്ത് തന്നെയാണ്. ഛോട്ടാ നാഗ്പൂർ പ്രദേശത്ത് ജാർഖണ്ഡിലാണ് ആ കലാപം നടന്നത്. അത് 1783 താമർ കലാപം നടന്നത്. അടുത്ത കാച്ച നാഗ കലാപം. കാച്ച നാഗ അസമിലാണ്. അസമിലെ കാച്ച നാഗ കലാപം നടക്കുന്നത് 1882. 1882 കാച്ച നാഗ കലാപം. നമ്മൾ തുടങ്ങിയത് മുണ്ട കലാപത്തിൽ നിന്നാണ്. മുണ്ട, കോലി, ഖാസി, കുക്കി, കുറിച്യ, സാന്താള്, താമർ